അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസിന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അൾട്രാ വോയിസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങളും മുൻകഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. മുന്നേ ഇവിടെ സർക്കാർ ഗോഹർ ഷാഹി ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും അവിടുത്തെ മാർഗത്തെക്കുറിച്ചും വളരെ മോശമായ വികൃതമായ ചിത്രീകരണത്തോടുകൂടി വിമർശകർ വിമർശിക്കുന്ന ചില പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിന് മറുപടിയായിട്ട് 2 പാർട്ടുകളായി മുൻകഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി അവർ വാദിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ചില വിഷയങ്ങളിൽ വല്ലാണ്ട് ആണയിട്ട് പറയുന്ന ചില വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അവസരത്തിൽ വന്നിട്ടുള്ളത്. അതിൽ വിമർശിക്കുന്ന വിമർശകർ പറയുന്ന ചില വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം, സർക്കാർ ഗോഹർ ഷാഹി ഇമാം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിഷയം അതിൽ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്ന സർക്കാർ ഗോഹർ ഷാഹി ഇമാം എന്നവർ മരണപ്പെട്ടു എന്ന വിഷയം സത്യത്തിൽ അതിൻ്റെ വാസ്തവം സംഭവിച്ചിട്ടുള്ളത്? അവർ ഗൈബത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന വിഷയത്തെ നമ്മൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരു തരത്തിൽ ഇതിനെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ മറ്റു വിമർശിക്കുന്ന ചില ആളുകൾ എന്ത് കിട്ടിയാലും വിമർശിക്കുക എന്ന ഒറ്റ രീതി സിസ്റ്റം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത്. സർക്കാർ മരണപ്പെട്ടു എന്ന പറയുന്ന വാർത്തകൾ യുക്തിയെ ദൈവമാക്കിയിട്ടുള്ള ആളുകൾ പറയുന്നതാണ് എന്നതാണ് വാസ്തവം. സർക്കാർ സമീപ ഭാവിയിൽ ഗൈബത്തിൽ നിന്നും തിരിച്ചു വരും എന്നുള്ളത് ഒരു സത്യമാണ്. തിരിച്ചു വരും. കാര്യം ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ പത്രവും മീഡിയയും അവലംബമാക്കുന്ന ദജ്ജാലി പണ്ഡിതന്മാരോട് മറ്റെന്തു പറയാനാണുള്ളത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു എന്ന് പറഞ്ഞവരെ പോലെ ഇവരും പറഞ്ഞുകൊള്ളട്ടെ എന്നല്ലാതെ മറ്റൊന്നും ഇവരോട് പറയാനില്ല. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരും എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കൂട്ടക്കാരോടും നമുക്ക് പറയാനുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇമാം മഹ്ദിയും സമീപ ഭാവിയിൽ ജനമധ്യേ പ്രത്യക്ഷരാകുമ്പോൾ ഈ കാഫിരീങ്ങൾ നിന്ദ്യരാകുന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇമാം മഹ്ദിയും ഇറങ്ങി വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിനെ ബുഖാരി മുസ്ലിം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബുഖാരി 3449 ഹദീസിലും മുസ്ലിമിൽ 155 ഹദീസിലും കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും വ ഇമാമിക്കും മിൻകും. മറിയമിൻ്റെ പുത്രൻ ഈസാ റൂഹുല്ലാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ ഇമാമും ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറയുന്ന ഒരു ഹദീസിനെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇറങ്ങി വരിക എന്ന് പറയുന്നത് എവിടെ നിന്ന് ഇറങ്ങി വരും? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് എവിടെ നിന്നാണ്? ഗൈബത്തിൽ നിന്നും ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടുണ്ട്, എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇറങ്ങി വരവാണ് ഇമാം മഹ്ദിയിലും സംഭവിക്കുക. അങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ ആ ഇമാം മഹ്ദിക്ക് ഒരു ഗൈബത്ത് സംഭവിക്കണം. ഈസാ നബിക്ക് ഗൈബത്ത് സംഭവിച്ചതുപോലെ തന്നെ ഇത് പറയുമ്പോൾ ചില ആളുകൾ ഈസാ നബി എവിടെ കിടക്കണു, ഇമാം മഹ്ദി എവിടെ കിടക്കണു എന്ന രീതിയിൽ സംസാരിക്കും.
എന്ന രീതിയിൽ വാദങ്ങൾ ഉന്നയിക്കും. അങ്ങനെയെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഇമാം മഹ്ദിയുടെ കാര്യങ്ങളിൽ ഉള്ള വിഷയങ്ങൾ തന്നെയാണ്, ചർച്ചകൾ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞത്. ഇവിടെ ഈസാ നബിക്ക് സംഭവിച്ചതുപോലെ ഇമാം മഹ്ദിയിലും ഗോഹർ ഷാഹി ഇമാം എന്നവരിലും ഗൈബത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അംഗീകരിക്കാത്ത ആളുകൾ, അവരെക്കുറിച്ച് നമുക്ക് ചർച്ചയില്ല. പക്ഷേ അങ്ങനെ ഒരു ചർച്ച സംഭവിക്കുമ്പോൾ, ചർച്ച വരുമ്പോൾ അതിന് വിശദീകരണം നൽകുക എന്നത് അനിവാര്യമാണ്. എന്തിനു വേണ്ടി? നിഷ്പക്ഷമായിക്കൊണ്ട് ഇതിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. എന്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനത അത് കണ്ടിട്ടില്ല, ആ ഉയർത്തിയത് കണ്ടിട്ടില്ല. പകരം എന്താണ് അവർ കണ്ടത്? കുരിശിൽ തറച്ച ഒരു ശരീരം മാത്രമാണ് അവർ കണ്ടത്. 600 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അത് ഈസയല്ല എന്ന് പറഞ്ഞതാണ് മുഴുവൻ മുസ്ലിമീങ്ങളുടെയും തെളിവ്. എന്നാൽ ക്രിസ്ത്യാനികൾ ഇന്നും യേശു കുരിശിൽ തറക്കപ്പെട്ടതായി വിശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ അത് വിശ്വസിക്കാത്ത ഒരു വിഭാഗം അവരുടെ അനുയായികളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ പറയുന്ന വിഭാഗമാണ്, അവരെക്കുറിച്ചാണ് കഹ്ഫ് സൂറത്തിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവരാണ് അസ്ഹാബുൽ കഹ്ഫ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇതിൽ എന്താണ് വിഷയം സംഭവിച്ചത്? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? റൂഹാനിയത്തിനെ പഠിപ്പിക്കുന്ന ആ ഗുരുനാഥന്മാർ, പഠിപ്പിക്കുന്നവർ പറഞ്ഞു തരുന്നതിനെ അംഗീകരിക്കണം. ഈസാ നബിയുടെ വിഷയത്തിലും അവരുടെ അനുയായികൾക്കത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പഠിപ്പിച്ചു കൊടുത്തതിനെ പിൻപറ്റിയത് കൊണ്ടാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന ഒരു വിഭാഗം അതിൽ ഹക്കിൻ്റെ അഹ്ലുകാരായിട്ട് മാറിയത്. എന്നതുപോലെ തന്നെ ഇമാം മഹ്ദിയുടെ ഗോഹർ ഷാഹി ഇമാം എന്നവരുടെ ഗൈബത്തിനെ കുറിച്ചും സർക്കാർ ഗോഹർ ഷാഹി ഇമാം എന്നവർ അവരുടെ അനുയായികളിൽ എത്രയോ ആയിരക്കണക്കിന് അനുയായികളിൽ എത്രയോ പ്രാവശ്യം ഇത് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. അവിടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട ജിസ്മാനി യുക്തിയെ വലുതാക്കി വച്ചിട്ടുള്ള ആളുകൾക്ക് പരീക്ഷണമുണ്ട്. എന്താണ് ആ പരീക്ഷണം? ആ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് അവലംബമാക്കിക്കൊണ്ട് ജിസ്മാനി യുക്തിയെ വലുതാക്കിക്കൊണ്ട് അതിന് മാത്രം അവലംബമാക്കി കഴിഞ്ഞാൽ അവലംബമാക്കുന്നവർക്ക് തെറ്റുപറ്റും. അതാണോ വലുതാക്കുന്നത്, അതോ റൂഹാനി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആ പണ്ഡിതരെയാണോ, പഠിപ്പിച്ചു തരുന്ന ഗുരുനാഥന്മാരെയാണോ, ഗുരുക്കളെയാണോ അവൻ അവലംബമാക്കുന്നത് എന്നത് റൂഹാനിയത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷണമാണ്. അവിടെ വിജയിക്കുന്ന ആളുകൾ ആരാണ്? അവരുടെ റൂഹാനി പണ്ഡിതന്മാരെ അവലംബമാക്കുന്നവരാണ്. അവരാണ് രക്ഷപ്പെടുന്നവർ. ഇവിടെയും ഈസാ നബിയുടെ വിഷയത്തിലും എന്താണ് സംഭവിച്ചത്? അസ്ഹാബുൽ കഹ്ഫ് വിജയിച്ചവരായത് എന്തുകൊണ്ടാണ്? അവരുടെ റൂഹാനി പണ്ഡിതൻ അല്ലെങ്കിൽ റൂഹാനിയത്തിനെ പഠിപ്പിച്ചു കൊടുത്ത ഈസാ നബിയെ മാത്രം അവർ അവലംബമാക്കി. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ ഒരു ഗൈബത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് മറ്റു പ്രയാസങ്ങളുണ്ടായിട്ടില്ല. അവർ അപ്പോഴും ഹക്കിലായിട്ട് തുടർന്നു. അതുകൊണ്ട് അവർ എന്തു ചെയ്തു? രക്ഷപ്പെട്ടവരായിട്ട് മാറി. അതിൽ നിന്നും മറികടന്നുകൊണ്ട് ഈസാ നബിയുടെ ഗൈബത്തിനു പകരം മരണമായിട്ട് കണക്കാക്കിയ യുക്തിയെ അവലംബമാക്കിയിട്ടുള്ള ആളുകൾക്ക് അവിടെ വഴിപേച്ചു പോവുകയും ചെയ്തു. അവർ അവരുടെ ഈമാനിനെ എന്തു ചെയ്തു? ഈമാനിനെ അവിടെ നഷ്ടപ്പെടുത്തി. ഇവിടെ സംഭവിച്ചത് എന്താണ്? പരാജയപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നമസ്കരിച്ചു, ഖബറടക്കുകയൊക്കെ ചെയ്തു. അപ്രകാരം ഈസാ നബിക്ക് കാശ്മീരിൽ ഒരു ഖബറുണ്ട്, ഒരു മക്ബറയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ മറ്റൊന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയത്തിൽ മരണം സംഭവിച്ചു എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് എന്ത് സംഭവിച്ചു? ഒരു ഖബർസ്ഥാൻ എവിടെയുണ്ട്? കാശ്മീരിൽ ഒരു ഖബറുണ്ട്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ മറ്റൊരു ഖബറുമുണ്ട്. ഇപ്രകാരം
ഇമാം മഹദിക്കും ഉണ്ടാകും ഒരു ഖബറ്. ആ മയ്യിത്ത് നമസ്കരിച്ചവർ, ഇവർക്കൊക്കെ മയ്യിത്ത് നമസ്കരിച്ചവർ എന്താണ് ചെയ്തിട്ടുള്ളത്? അവരുടെ ഈമാനിൻ്റെ മയ്യിത്താണ് അവർ നമസ്കരിച്ചത്. അവർ ഖബറടക്കിയത് എന്താണ്? അവരുടെ സ്വന്തം ഈമാനാണ് അവർ ഖബറടക്കിയത്. ഇതാണ് ഹക്കീക്കത്ത്. റൂഹാനിയത്തിൽ ഉണ്ടാകുന്ന വലിയൊരു പരീക്ഷണമാണിത്. ഇതിൽ വിജയിക്കണം. എങ്ങനെയാണ് വിജയിക്കേണ്ടത്? അവരുടെ ഈമാനിന് മയ്യിത്ത് നമസ്കരിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഈമാനിനെ ഉറപ്പിച്ചു നിർത്തണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു ഗൈബത്ത് സംഭവിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ അനുയായികൾക്ക് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇമാം മഹദിക്കും എന്തു ചെയ്യും? ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇമാം മഹദിയുടെ അനുയായികൾക്ക് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അവിടെ വിജയിക്കുന്ന ആളുകൾ ആരാണ്? അവിടെ അവരുടെ റൂഹാനിയത്ത് പഠിപ്പിച്ചു തരുന്നവരെ പിൻപറ്റുന്നവരാണ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം? വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ എന്ന ഖുർആനിൻ്റെ അധ്യാപനത്തെ പിൻപറ്റണം. ഇത് പിൻപറ്റാതെ തലേകെട്ട് കെട്ടിയിട്ട് വലിയ ആലിം പട്ടം ചമഞ്ഞുകൊണ്ട് ബിരുദാനന്തര ബിരുദങ്ങളും എടുത്തുകൊണ്ട് സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും പിടിച്ചു പറ്റിയിട്ട് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന വാദവുമായിട്ട് സമൂഹത്തിൽ നടന്നു എന്നതുകൊണ്ട് കാര്യമില്ല. ഒന്നൊന്നര കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്ർ കൽബിലേക്ക് കരസ്ഥമാക്കാൻ കഴിവുള്ള വലിയ മുർഷിദിനെ കണ്ടെത്തിയിട്ട് ഖുർആനിലെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഗോഹർഷാഹി ഇമാം ഈ ഗൈബത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് തൻ്റെ ആയിരക്കണക്കിന് അനുയായികളോട് പല തവണ മുമ്പേ മുന്നറിയിപ്പ് കൊടുത്തതാണ്. തനിക്ക് വേണ്ടി അവർ മയ്യിത്ത് നമസ്കരിക്കും എന്നുള്ളതും സർക്കാർ ഗോഹർഷാഹി ഇമാം അവിടുത്തെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കൈപ്പട കൊണ്ട് എഴുതിയ കിതാബിൽ തന്നെ വ്യക്തമായിട്ട് ഇമാം മഹദിയുടെ തിരിച്ചുവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവരിൽ പിൻപറ്റുന്ന ആളുകൾ ചെയ്യേണ്ടത്, അവർ ഈ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ ചെയ്യേണ്ടതെന്താണ്? അവരുടെ കൈപ്പടയിൽ തന്നെ എഴുതിയിട്ടുള്ള ആ എഴുത്തിനെ അവലംബമാക്കണം. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ചെയ്യേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധമുണ്ടാക്കി തന്ന അള്ളാഹുവിൻ്റെ തിരുദർശനം സാധ്യമാക്കിയ ഒരു കാമിലായ ദാത്ത്, അദ്ദേഹം പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കാൻ സാധിക്കാതെ കണ്ണിനെ വിശ്വസിക്കുന്നവർക്ക് ചേരുന്ന ഒന്നല്ല റൂഹാനിയത്ത് എന്ന് പറയുന്നത് അതിനും അപ്പുറമാണ്. നിങ്ങളെ കണ്ണുകളെയും അതേപോലെ നിങ്ങളുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങളെയും മുറുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് നിങ്ങളുടെ യുക്തിയെ ദൈവമാക്കിയിട്ടുള്ള ആളുകളാണ്. നിങ്ങളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് ചേർന്നതല്ല. ഇത് അതിനും അപ്പുറത്തേക്ക് ചിന്തിക്കുന്നവർക്കാണ്. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ ഒരു കറ പോലുമില്ലാതെ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്ന, അതിന് ചങ്കൂറ്റമുള്ള ആൺകുട്ടികൾക്ക് പറഞ്ഞതാണെന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗൈബത്തിന് മുഅ്മിനീങ്ങളുടെ തെളിവ് അള്ളാഹുവിൻ്റെ വാക്കാണ്. മഹ്ദി ഇമാമിൻ്റെ ഗൈബത്തിന് ഈ കാലഘട്ടത്തിലെ മുഅ്മിനീങ്ങളുടെ തെളിവ് അവിടുത്തെ കൈപ്പട കൊണ്ടെഴുതിയ അവിടുത്തെ വാക്കുകൾ മാത്രമല്ല അവിടുത്തെ സഹവാസം ലഭിച്ച അനവധി ആളുകളിൽ നിന്നും മഹാനവറുകൾ ഇത് വ്യക്തമായി പറഞ്ഞതും തെളിവായി ലഭിക്കും എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ സാഹചര്യങ്ങളും അവിടുത്തെ ഗൈബത്തിനെക്കുറിച്ചും അതേപോലെ തന്നെ ഗൈബത്തിന് ശേഷം വെളിവാകുന്നതിനെക്കുറിച്ചും അവിടുത്തെ ഇറങ്ങി വരുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞു കൊടുത്ത, അത് വിശ്വസിച്ച, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ പരിപൂർണമായ ഇൽമുകളും വിഷയങ്ങളും കൃത്യമായി അറിവുള്ള ജ്ഞാനമുള്ള ആളുകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളും ഇതിന് തെളിവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന വിഷയത്തിൽ സർക്കാർ ഗോഹർഷാഹി ഇമാം എന്നവർക്ക് ഗൈബത്ത് സംഭവിച്ചതാണ്. ആ ഗൈബത്തിന് ശേഷം ഇനി വരുന്ന ഇറങ്ങി വരും
അവരുടെ വരവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്ന പരിചയപ്പെടുത്തുന്ന ആളുകൾ മുഴുവനും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇമാം മഹദിയുടെ ആ വരവിനെക്കുറിച്ചാണ് സമൂഹം കാത്തിരിക്കുന്നത്. സമൂഹത്തോട്, സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, അങ്ങനെ ഒരു വരവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഈ ഒരു വിഷയത്തെ, ഈ ഹദീസുകളെ, ചരിത്രങ്ങൾ പഠിച്ചെടുത്ത ചില ആളുകൾ കടത്തിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ ഒരു സീനറി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതിൽ കളങ്കമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഈ വിമർശിക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വിമർശകരായിട്ട് മാറുന്നതിന് പകരം നിഷ്പക്ഷമായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഖുർആനിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വിമർശിക്കുന്ന ആളുകൾ ആരും തന്നെ വലാ തുതി മൻ അഗ്ഫല ഖൽബുഹു അൻ ദിക്രിനാ എന്ന നിബന്ധന പാലിക്കാത്തവരാണ്. കൽബില്, ആരുടെ കൽബിലാണോ അള്ളാഹു എന്ന് ദിക്റിനെ തൊട്ട് അശ്രദ്ധവാന്മാരാക്കിയിട്ടുള്ള അവരെ പിൻപറ്റാൻ പാടില്ലെന്ന ഖുർആനിന്റെ നിബന്ധന നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ അള്ളാഹുവിൻ്റെ ദിക്ർ, ആരുടെ കൽബിലാണോ അള്ളാഹുവിൻ്റെ ദിക്റുള്ള അവരെ നമ്മൾ പിൻപറ്റണം, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അവരാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞു തന്നതിൻ്റെ, ഇവിടെ പഠിപ്പിച്ചതിൻ്റെ ഹക്കായിട്ടുള്ള രൂപം നമുക്ക് പഠിപ്പിച്ചു തരികയുള്ളൂ. ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളൊന്നും ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൽബിൽ അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്ത ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് മഹത്തുക്കളായിട്ടുള്ള ഇമാം മഹദിയുടെ വരവിൻ്റെയും ഈസാ നബിയുടെ വരവിനെയും നിങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ സാധിക്കുന്നത്? അതുകൊണ്ട് ദിക്റെ കൽബിൻ്റെ ദിക്ർ കരസ്ഥമാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, പക്ഷേ അതിന് കൃത്യമായി മറുപടി നമ്മൾ നൽകിയിരിക്കും ഇൻഷാ അള്ളാഹ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അൾട്രാ മിഷൻ യൂട്യൂബ് ചാനൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അൾട്രാ TV-യിലുള്ള ക്ലാസ്സുകളുടെ തർജ്ജമകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീക്ഷിക്കാം. ഉറുദു, ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളുകൾക്ക് അൾട്രാ TV തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ 10-24 വർഷങ്ങളായിട്ട് ഈ പറയുന്ന വിഷയങ്ങൾ മുഴുവനും കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് സയ്യിദ് യൂനുസ് അൽ ഗോഹർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ കൃത്യമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ പറയാൻ ഉള്ളത്. ഇൻഷാ അള്ളാഹ് തുടർന്ന് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടി അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.